നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇമ്മിണി വലിയൊരു ഫാനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചേട്ടനെയും ചേച്ചിമാരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. വിവേകേട്ടൻ, സൗഭാഗ്യ, അമ്മു. സോ തുടങ്ങല്ലേ? ആദ്യത്തെ ഫാനെ വിളിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ്. ശിവാനന്ദ്. ഭയങ്കര ചെത്ത ലുക്കിലൊക്കെയാണല്ലോ വന്നേക്കുന്നത്. വിജയ് ഫാനാണ്. വിജയ് സാറിനെ പോലെ ഭയങ്കര ചാടിത്തുള്ളിയൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പൊ വരുന്ന കണ്ടപ്പോ എനിക്ക് ലാലേട്ടൻ വരുന്ന പോലെയാ തോന്നിയത്. സത്യം ആരുടെ ഫാനാണ് ശരിക്കും? വിജയ്. ആ സ്പിരിറ്റ് കണ്ടു വിജയ്. ഇതെന്താ പെർഫോം ചെയ്യാൻ പോണേ? പോക്കിരി പൊങ്കൽ. ഡാൻസ് ആണോ? ഡയലോഗ് ഡയലോഗും ഉണ്ട്. അടിപൊളി. പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡയലോഗ് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അത് ഓർത്ത് വെച്ച് എന്താ മോനെ പോക്രി ഫിലിം സെലക്ട് ചെയ്യാൻ കാരണം എന്താ? എനിക്ക് പോക്കിരി പൊങ്കലിന്റെ വിജയ് ഡാൻസ് എനിക്ക് ഇഷ്ടായിരുന്നു. അതാണോ? എത്ര പ്രാവശ്യം കണ്ടു? 4 പ്രാവശ്യം. 4 പ്രാവശ്യം കണ്ടു. 4 പ്രാവശ്യം കണ്ടോളാം. അടിപൊളി. ഈ പോക്രി മൂവിയിലൂടെയാണ് വിജയ് മലയാളികളുടെ ഫേവറേറ്റ് ആയി മാറിയത്. വൺ ഓഫ് ഹിസ് ബെസ്റ്റ് മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോങ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ലേ ഇറങ്ങിയ സമയത്ത്? അതേപോലത്തെ കർച്ചീഫ് ഒക്കെ കയ്യിലെത്തിയിട്ടാണ്. അതുകൊണ്ടാണ് കർച്ചീഫ് കൈക്കിട്ടിരിക്കുന്നത്. ഞാൻ കൈവല്ല മുറിഞ്ഞോ പെട്ടെന്ന് പെർഫോമൻസിന്റെ ഇടയിൽ സമയമായപ്പോ കൈവല്ല മുറിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് പോക്കിരി പൊങ്കലിന് കർച്ചീഫ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ വിജയ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യില്ലേ ഇപ്പൊ? ഓൾ ദി ബെസ്റ്റ്. ഒരു ഉഷാറില്ലല്ലോ. താങ്ക് യു. ഉഷാറുണ്ടോ നോക്കട്ടെ. നോക്കട്ടെ ഉഷാറുണ്ടോ നോക്കട്ടെ. ഈ ഉഷാർ 2 പ്രാവശ്യം പറഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം, ഒരു ടങ് ട്വിസ്റ്റർ പറയോ? ഉഷേ ഉഷസിൽ നീ ഉഷാറോടുണരണം. ഉഷേ ഉഷസിൽ ഉഷാറോടെ ഉണരണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോടുണരണം. ഓക്കേ. ഉഷേ ഉഷസിൽ നീ ഉഷാറോടുണരണം. 5 തവണ പറയണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. സ്പീഡില്. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. അതായത് അമ്മ ഒരു പ്രാവശ്യം ഒരു 3 പ്രാവശ്യം പറഞ്ഞ കേട്ടാ ഉഷസ്സിൽ നീ ഉഷാറോടെ ഉണരണം. ഉഷേ ഉഷസ്സിൽ നീ ഉഷാറോടെ ഉണരണം. ഉഷേ ഉഷസ്സിൽ നീ ഉഷാറോടെ ഉണരണം. ലക്ഷ്മിയായിട്ട് മാറി നിൽക്കട്ടെ. ലക്ഷ്മിയും കൂടെ പറഞ്ഞേ. അല്ല, ഇന്ന് നമുക്ക് പെർഫോമൻസ് വേണ്ട, ലക്ഷ്മിയും കൂടെ ആയിക്കോട്ടെ. സൗഭാഗ്യ ചേച്ചി പറഞ്ഞു. എനിക്കത് പറയാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഞാനൊരു ടീമാണ്. ലക്ഷ്മി വേഗം. ലക്ഷ്മി ചേച്ചി പറയണ്ടേ? ലക്ഷ്മി പറഞ്ഞു. വേഗം. ലക്ഷ്മി പറഞ്ഞു. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ നീ ഉഷാറോട് ഉണരണം. ഇവരൊക്കെ ഭയങ്കര എന്തായാലും ഉഷസ്സോടുകൂടി ഉഷാറോടുകൂടി ഒരു നമുക്കൊരു എന്താ പറയാ തകർപ്പൻ പെർഫോമൻസ് കാണാം എന്ന് വിചാരിക്കുന്നു. All the best. Thank you. All the best.
ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். ആ ഫസ്റ്റ് വരുന്ന എൻട്രിയൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. മാസ് പടക്കാന്ന് ഓടി വന്ന് എന്റെ അമ്മ അതിനിടയ്ക്ക് ഡാൻസ് തുടങ്ങി. ഇതാരെ കൊറിയോഗ്രാഫി ചെയ്ത? സജിൻ സാമാത്തം. ആ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. താങ്ക് യു. ശരിക്കും ഒരു വിജയ് ലുക്ക് ഉണ്ട് കേട്ടോ ഇപ്പൊ. മുടിയൊക്കെ പൊക്കി കഴിഞ്ഞ തവണ ഇങ്ങനെ ആയിരുന്നില്ല ഹെയർ സ്റ്റൈല്. ആ സൈസും എല്ലാം വെച്ച് കറക്റ്റ് തന്നെ കുട്ടി വിജയ്. താങ്ക് യു. ആ ഇതിന്റെ ഇടയിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത് കാണാതെ പറയാൻ പറ്റുമോ ഒന്ന്? ഒരു വാട്ടി മുടിവ് പണിട്ടാ ഞാൻ പേച്ച നാണേ കേൾക്ക മാട്ടേൻ. ഓ സൗഭാഗ്യ ചേച്ചിയും അമ്മ ചേച്ചിയും വായം തുറന്നിരിക്കുകയായിരുന്നു ഡാൻസ് കളിച്ച്. എന്താ ഉണ്ടായ ഇവിടെ? അത് വന്നപ്പോഴേ അവന്റെ കോൺഫിഡൻസിൽ അറിയായിരുന്നു ഇന്ന് ഞാൻ തകർക്കും സ്റ്റേജ് എന്ന്, അല്ലേ? താങ്ക് യു. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, മിടുക്കനായിട്ട് ചെയ്തു. എനിക്ക് ലാസ്റ്റ് പെർഫോമൻസിനെ കാട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സർക്കാരുടെ ഡയലോഗ് പറയട്ടെ. Come on. I am a corporate criminal. നല്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. സ്റ്റേജ് മൊത്തം യൂട്ടിലൈസ് ചെയ്തു. പിന്നെ കളിക്കുമ്പോൾ കുറച്ച് സൈഡിലോട്ടല്ലാണ്ട് കുറച്ച് സെൻട്രലായിട്ട് കളിക്കാൻ നോക്കണം ഇനി മുതൽ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈം മുതൽ അടിപൊളിയായിരുന്നു. താങ്ക് യു. സൗഭാഗ്യ ചക്കരെ സ്വീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഇത്രയും ഒരു ജമ്പ് പ്രതീക്ഷിച്ചില്ല. ഇത്രയും അടിപൊളിയായിട്ട് ഒരാൾ ട്രാൻസ്ഫോം ചെയ്ത് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസിനെക്കാട്ടിലും മേളിൽ മോൻ പെർഫോം ചെയ്തു. ആറ്റിറ്റ്യൂഡ്, എക്സ്പ്രഷൻ ഒക്കെ അടിപൊളിയായിരുന്നു മോനെ, ഒരു രക്ഷയില്ല. അതേപോലെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ജാക്കറ്റ് ഊരാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കയ്യിൽ സ്റ്റക്കായി. അപ്പം ഞാനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അപ്പം നിർത്തിയേനെ പാട്ടൊക്കെ ഇട്ട് ഇനി ഇതൊക്കെ ശരിയായിട്ട് കളിക്കാമെന്ന് പറഞ്ഞ് നിന്നേനെ. പക്ഷെ മോൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അപ്പോൾ തന്നെ അത് മാറിയിട്ട് എപ്പോൾ ബീറ്റ് തുടങ്ങിയോ അപ്പം അത് ഡാൻസ് ചെയ്ത് അങ്ങ് പിക്കപ്പ് ചെയ്തു അത്. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഈ ഏജിൽ ഉണ്ടാവുന്നത് ഒരു വലിയ കാര്യമാണ് മോനെ. ബ്രില്യൻറ്റ്, വെരി ഗുഡ്. അയ്യോ, പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞു ഒരു ഡയലോഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നന്നാവും പറഞ്ഞേ ഉള്ളൂ. അത് ഈ സ്റ്റേജിൽ വരുമ്പോഴേക്കും ഈ ഒരു റൗണ്ട് ആയപ്പോഴേക്കും അത് പിക്കപ്പ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വന്നു. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഫാൻസും അത് കണ്ടിട്ട് പഠിക്കണം തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ചെറിയ സജഷനാണ് പറഞ്ഞത്, അത് ഫുൾഫിൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, താങ്ക് യു. അപ്പൊ വിജയ് കുട്ടാ, വിജയ് എന്ന് വിളിക്കട്ടെ ഇനി മുതൽ, കുട്ടി വിജയ് എന്ന് വിളിക്കുക ഇനി മുതൽ. കുട്ടി വിജയ്, വിജയ്, സ്റ്റാർ വിജയനെ വിളിച്ചാൽ മതി. സ്റ്റാർ വിജയ്. അപ്പൊ സ്റ്റാർ വിജയ് അടുത്ത തവണ ഇതിൽ നിന്നും കലക്കം പെർഫോമൻസ് ഒക്കെ ആയിട്ട് വരില്ലേ? ഓ, ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി ഈ എപ്പിസോഡിലെ അടുത്ത ഫാൻ ആരാണെന്ന് നമുക്കറിയാം. പാർവതി വിഷ്ണു. പാർവതി നമ്മുടെ രവീന്ദ്ര മാസ്റ്ററുടെ ഫാനാണ് പാർവതി. എന്തുണ്ട് പാറു, സുഖാണോ? സുഖം. നല്ല ഡ്രസ്സാണല്ലോ. താങ്ക് യു. മാച്ചിങ് ഇയറിംഗ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കളർഫുൾ സോങ് ആണ് പാടാൻ പോകുന്നത് തോന്നുന്നുണ്ട്. പാർക്കുട്ടി മാത്രമല്ല, ഇവിടെ വേറൊരാളുണ്ട് കമ്പനിക്ക് മാച്ചിങ് ആയിട്ട്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, പാറു ഒന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? പുലർക്കാല സുന്ദര സ്വപ്നം. വാവ്, അടിപൊളി പാട്ട്. എന്തുകൊണ്ട് ആ പാട്ട് ചൂസ് ചെയ്യാൻ കാര്യം പാറു? എനിക്ക് രവീന്ദ്ര മാസ്റ്ററിന്റെ മെലഡീസ് ഒത്തിരി ഇഷ്ടമാണ്. അതിലെ ഒരെണ്ണമാണ് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ. അതുകൊണ്ടാണ്. അടിപൊളി പാട്ടാണ് കേട്ടോ. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.
പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. നീരദ ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമുരജ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമുരജ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഭയങ്കര ഈസി ആയിട്ട് പാടി, ഭയങ്കര നന്നായിട്ട് പാടി. കരുണാനിധിയെ തായേ So good. അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. പീലിയേഴും വീശിവാ സ്വരരാഗമാ മയൂരമേ. പാർവതി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. കാരണം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ രാവിലെ ഉറക്കം എണീക്കുന്നത് തന്നെ ഈ പാട്ട് കേട്ടിട്ടാണ്. അമ്മ ഫോണിൽ ഇതുപോലെ കുറേ പഴയ പാട്ടുകളൊക്കെ ഇട്ടിട്ടാണ് രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ അത് കേട്ടിട്ടാണ്. ഫുൾ ലിറിക്സ് എനിക്ക് ഇതിൻ്റെ കാണാപ്പാടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മറന്നു, ഇടയ്ക്കുള്ളതൊക്കെ കുറച്ച് മറന്നുവെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും വീട്ടിലായിരുന്ന പോലെ എനിക്ക് തോന്നി. നന്നായിട്ട് പാടി. ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കും. ലക്ഷ്മിക്ക് രണ്ടുപേരും മൂളാൻ പറ്റുമോ? മൂളാൻ പറ്റില്ല, പാടിയാൽ പാടാനും ഞാൻ പാടിയിട്ടില്ല. പാടി ഇനി ഇവരൊക്കെ ഓടിപ്പോയല്ലേ കുട്ടിയൊന്നും പാടിയിട്ട് വെറുതെ ഇപ്പൊ വേണ്ട പാടുന്നു.
ചോദിക്കാം ചേട്ടനോടും ചേച്ചിമാരോടും. വിവേകേട്ടാ. ഞാൻ ആ പാട്ടിലോട് ലയിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കര നന്നായിരുന്നു. ഈ ഓർക്കസ്ട്ര എനിക്ക് പറയാം, ഈ ലൈവ് ഓർക്കസ്ട്ര വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ചേഞ്ച്. കാരണം ഈ ഇതിൻ്റെ അകത്ത് ഭയങ്കര ലൈവായിട്ട് പെർഫോമൻസ്, ആ ലൈവ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. വളരെ നന്നായിട്ട് പാടി. ഇനി എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വാക്കുകളൊന്നുമില്ല. പിന്നെ എനിക്ക് കേട്ടിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് ഇതിലും ഇനി ഒച്ചത്തിൽ പാടണമെങ്കിലും പുള്ളിക്കാരിക്ക് പാടാൻ പറ്റും. അത്ര എന്ന് പറഞ്ഞാൽ ഇത് ചിത്ര ചേച്ചി പാടി തന്നെ ഭയങ്കര ഹൈ പിച്ചിലാണ് പാടിയിരിക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലും ഒച്ചത്തിൽ വേണമെങ്കിലും പാടാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പാടിയത്. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഈ സ്ട്രെയിൻ ഫീൽ ചെയ്തില്ല പാടുമ്പം. ഭയങ്കര കാമായിരുന്നു, ക്വയറ്റായിട്ട് ഭയങ്കര ഒരു ഇത്രയും എഫോർട്ട് എടുത്ത് പാടുന്നു എന്നുള്ളൊരു ഫീല് ബാക്കി ഒരിടത്തും വരാതെ ഭയങ്കര സ്മൂത്തായിട്ട് പാടിയത്. ഭയങ്കര നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എന്തായാലും രവീന്ദ്രൻ മാഷിൻ്റെ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര നല്ല സെലക്ഷൻ സോങ്സിൻ്റെ, വളരെ നന്നായിരുന്നു. അമ്മു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസിന് ആപ്റ്റായൊരു സോങ് ആയിരുന്നു. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈസി ആയിട്ട് പാടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഭയങ്കര ഫീൽ കിട്ടിയത്. അതുകൊണ്ടാണ് മോള് കഷ്ടപ്പെട്ടാൽ പാടണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്ത് തന്നെ. ഭയങ്കര ഈസി ആയിട്ട് പാടി, ഭയങ്കര നന്നായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു നമ്മളെന്താ പറയുക, ഒരു ശരിക്കും ഒരു പാട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു കേപ്പബിലിറ്റിയിൽ നിന്ന് പറയാനൊന്നും അറിയില്ലെങ്കിലും പോരായ്മകളൊന്നും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം. അത്ര മനോഹരമായിട്ട് പാടിയത്. അതെ, പാട്ടിന്റെ അത്ര ഡീറ്റെയിൽസ് നമുക്കൊന്നും പറയാൻ അറിയില്ലെങ്കിൽ കൂടിയും ഒരു കേൾക്കുന്ന ആളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. തുടങ്ങിയതും കഴിഞ്ഞതും ഒന്നും നമ്മൾ അറിഞ്ഞില്ല. ഭയങ്കര നമ്മൾ ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് ഇരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. സൗഭാഗ്യ. മോളെ വളരെ നന്നായി പാടി. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ആയിട്ട് പാടി. ലിസണേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. മോൾക്ക് ഇത് ഏത് രാഗമാണെന്ന് അറിയാമോ? മലയമാരുതം. അത് ഈ രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നമുക്ക്? ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന മോർണിംഗ് രാഗ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ ഒരു സോങ് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ്, ഡേ ബ്രേക്ക്, സൺറൈസ്, ആ ഒരു ഫീലൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ മോൾ ആ രാഗത്തിൻ്റെ ഫീല് കളയാതെ തന്നെ മോൾ പാടി. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോഴും ആ ഒരു രാവിലെ എണീറ്റ് നമുക്കൊരു ഭയങ്കര ഡിവൈൻ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ. അത് ആ രാഗത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണത്. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോഴാണ് വലച്ചി എന്നൊരു രാഗം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട്, അങ്ങനെ ഭയങ്കര സ്ലിപ്പായ ഉടനെ വേറെ രാഗത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് അത് പാടേണ്ടതായിട്ടുണ്ട്. ആ പാട്ട് മോൾ നന്നായിട്ട് ചെയ്തു. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന, എന്നെ കുഞ്ഞിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ എപ്പോഴും ഫസ്റ്റ് ഒരു കീർത്തനം പ്ലേ ചെയ്യും. അത് ഈ രാഗത്തിലൊരു കീർത്തനമാണ്. ജസ്റ്റ് 2 ലൈൻസ് ഞാൻ പാടാം. മോളുടെ അത്ര നന്നായിട്ട് എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും ജസ്റ്റ് ഒരു 2 ലൈൻസ്. കരുണാനിധിയേ தாயே கடை கண் பார்த்தருள்வாயே கருணா நிதியே தாயே கடை கண் பார்த்தருள்வாயே. എനിക്ക് ആ ഒരു ഓർമ്മയാണ് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അപ്പൊ മോളെ എനിക്കിതെല്ലാം ഒരു പാട്ട് ക്ലാസ് ഞാനും അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. സോ എനിക്ക് മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആണ്. മോളുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒപ്പം ഞാൻ ആ കുഞ്ഞിൽ എഴുന്നേറ്റ് വരുമ്പം അമ്മ അത് പ്ലേ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒത്തിരി എൻജോയ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ സോങ് സെലക്ട് ചെയ്ത്. എന്തായാലും ഭയങ്കര നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. നന്നായിട്ട് പാടുകയും ചെയ്തു. ഇനി ഇതുപോലുള്ള പെർഫോമൻസസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അടിപൊളി. Fashion partner for Vivek Gopan, Malavika Nair and Lakshmi. Central Mall, Trivandrum. Accessories for Malavika Nair. Alfonsa. Accessories for Lakshmi. Alfonsa.